ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 4, ചാപ്റ്റർ 4. ശ്രീകൃഷ്ണൻ തൻ്റെ വാക്കുകളെ തുടരുന്നു. ശ്രീകൃഷ്ണ കണ്ടിന്യൂസ് ഹിസ് വേർഡ്സ്. ശ്ലോക 26. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ജ്ഞാനയോഗികളുടെ യജ്ഞം ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞു. അടുത്തതായി അജ്ഞാനികൾ ചെയ്യുന്ന മറ്റു യജ്ഞങ്ങളെപ്പറ്റി ഭഗവാൻ പറയുന്നു. ചിലർ ജ്ഞാനേന്ദ്രിയങ്ങളിലെ വിഷയങ്ങളിൽ വിടാതെ തടഞ്ഞു നിർത്തുന്നു അഥവാ സംയമനം ചെയ്യുന്നു. മറ്റൊരു വിധം പറഞ്ഞാൽ സംയമനമാകുന്ന അഗ്നിയിൽ ജ്ഞാനേന്ദ്രിയം ഹോമിച്ചു കളയുന്നു. മറ്റു ചിലരുണ്ട് ശബ്ദാദി വിഷയങ്ങൾ അനുഭവിക്കാൻ ഇന്ദ്രിയങ്ങളെ യഥേഷ്ടം അഴിച്ചുവിടുന്നവരായിട്ട്, അതായത് വിഷയാഗ്നിയിൽ ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നവരായിട്ട്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപിച്ച് മതി വരുമ്പോൾ സ്വയം നിവർത്തിച്ചു കൊള്ളുമെന്നാണ് അവരുടെ പക്ഷം. ആദ്യം പറഞ്ഞവരുടേത് സംയമന യജ്ഞം, വിഷയാനുഭവ യജ്ഞം രണ്ടാമത് പറഞ്ഞവരുടേത്. Some people, that is the unadulterated brahmacharis, sacrifice the bearing process and the senses in the fire of mental control, and the others, that is the regulated householders, sacrifice the objects of the senses in the fire of the senses. Sloka 27. സർവാണിന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഇനി മറ്റു ചില യോഗികളുണ്ട്. അവർ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മാത്രമല്ല പ്രാണവായുക്കളുടെ പോലും വ്യാപാരങ്ങളെ സമാധിയിൽ അടക്കിക്കളയുന്നു. അതായത് സകല ഇന്ദ്രിയങ്ങളുടെയും പ്രാണവായുക്കളുടെയും കർമ്മഭേദങ്ങളെ ഒന്നടങ്കം ജ്ഞാനപ്രകാശിതമായ ആത്മസംയമമാകുന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. അവരുടെ യജ്ഞം അതാണ്. ഇനി പൊതുവായ അറിവിലേക്കുള്ള ഒരു വിവരണം. പ്രാണാദി വായുക്കൾ 5 തരമുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. പ്രാണൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അന്നാദികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അപാനന്റെ സ്ഥിതി ഗുദത്തിൽ, മലമൂത്ര വിസർജനം അതിൻ്റെ കർമ്മം. സമാനന്റെ കർമ്മം ഭക്ഷണ സാധനങ്ങളെ പാകം ചെയ്യുക, അതിൻ്റെ സ്ഥാനം നാഭി. കണ്ഠത്തിൽ ഉദാനൻ സ്ഥിതി ചെയ്യുന്നു. വാക്കിൻ്റെ പ്രവൃത്തി മുതലായവ ഉദാനന്റെ കർമ്മം. ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുന്നതാണ് വ്യാനൻ. അതിൻ്റെ കർമ്മം ഉന്മേഷ നിമേഷാദികൾ, കണ്ണടയ്ക്കുക തുറക്കുക മുതലായവ. Others who are interested in achieving self-realization through control of the mind and the senses offer the functions of all the senses and of the life breath as oblation into the fire of the controlled mind. ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.